എന്താണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളായ BBC, CNN, വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് എന്നിവയെല്ലാമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതിനുശേഷം അരങ്ങേറിയ സംഭവങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര മീഡിയ അത് പറഞ്ഞു ഇതു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സോഷ്യൽ മീഡിയ വിദഗ്ധരും മറ്റ് പ്രമുഖരും ഒരുപാട് ചർച്ചകൾ നടത്തുന്നത് നാം കണ്ടു. ലോകം ഇന്ത്യയെ പരിഹസിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിൽ പലർക്കും അന്താരാഷ്ട്ര പൊളിറ്റിക്സ്, ലോക ഡിഫൻസ് എക്യുപ്മെന്റ്സ് മാർക്കറ്റ് എന്നിവയെപ്പറ്റി ഒരു ധാരണയും ഇല്ല എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഒരു മ്യൂച്വൽ എക്സ്കലേഷൻ എന്നാണ് ആദ്യം തൊട്ടേ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അതായത് 26 മനുഷ്യരെ മതം ചോദിച്ചു കൊന്നതും അതിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കൃത്യമായി പറയാതെയാണ് ഇവരൊക്കെ ഇവരുടെ നരേറ്റീവ് ബിൽഡ് ചെയ്തത്. അഥവാ ഇത് പറഞ്ഞ അവസരത്തിൽ 26 ഹിന്ദുക്കളുടെ കൊലപാതകത്തെ തുടർന്ന് മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും തമ്മിലുള്ള ടെൻഷൻ മുറുകുന്നു എന്നൊക്കെയായിരുന്നു വാർത്ത. ഇന്ത്യ കൃത്യമായി അപ്പർ ഹാൻഡുള്ള 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൃത്യമായ ആക്രമണം പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യ ദിവസവും അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ റഡാർ കേന്ദ്രങ്ങൾ, എയർബേസുകളൊക്കെ തകർത്തു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 9 തീവ്രവാദ കേന്ദ്രങ്ങളുടെയും ടൈം സ്റ്റാമ്പ് ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടല്ലോ. മുകളിൽ പറഞ്ഞ ഒരൊറ്റ പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ ഈ വാർത്ത ഉണ്ടായിരുന്നോ എന്ന് നോക്കുക. ഈ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുല്യമായ ഒരു ആക്രമണം നടന്നു, ഇന്ത്യ ആക്രമിച്ചു, പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചു, 2 രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നൊരു നരേറ്റീവാണ് കൊടുത്തത്. പോരാത്തതിന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഫ്രഞ്ച് വിദഗ്ധനെ ഉദ്ധരിച്ച് 5 റാഫേലുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, ബ്രഹ്മോസ് സ്റ്റോറേജ് പാകിസ്ഥാൻ തകർത്തു, റാഫേലിനെ വെടിവെച്ചിട്ടത് ചൈനീസ് ജേട്ടൻ, ഇങ്ങനെ പല റിപ്പോർട്ടുകളും കൊടുത്തു. പക്ഷേ പ്രൂഫ് മാത്രം എവിടെയും കണ്ടില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും മിലിറ്ററി ബേസിന് ഡാമേജ് ഉണ്ടായതായി ഒരൊറ്റ പടിഞ്ഞാറൻ മാധ്യമങ്ങൾക്കോ പാകിസ്ഥാനോ തെളിയിക്കാനോ ഏതെങ്കിലും തെളിവുകൾ കൊടുക്കാനോ സാധിച്ചിട്ടില്ല. ഇന്ത്യയാവട്ടെ ടൈം സ്റ്റാമ്പ് അടക്കം ഉപഗ്രഹ ചിത്രങ്ങൾ, ബോംബിംഗ് വീഡിയോസ് അടക്കം പുറത്തുവിട്ടിട്ടും ഇതാണ് സ്ഥിതി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതാണ് ജിയോ പൊളിറ്റിക്സ്, ആയുധ മാർക്കറ്റ് എന്നീ സംഭവങ്ങളുടെ സ്വാധീനം. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ആയുധ വിപണിയാണ് ഇന്ത്യ. നിലവിൽ കയ്യിലുള്ള വിമാനങ്ങൾ, മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നല്ല വെടിപ്പായി പണിയെടുത്തു എന്ന് ഇന്ത്യക്ക് ഈ ആയുധങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ എഴുതില്ല. ഇന്ത്യയും പാകിസ്ഥാനും തുല്യ ശക്തികൾ, മധ്യസ്ഥരായി ഞങ്ങൾ വരാം എന്ന് പറയുന്ന രാജ്യങ്ങളുടെ മുന്നിൽ 4 ദിവസം ഇന്ത്യ നടത്തിയ മേധാവിത്വം ഇവർ തുറന്നു പറയുകയുമില്ല. ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സ്വന്തം കാര്യം നോക്കുവാനും യൂറോപ്യൻ പോളിസികളെ പരസ്യമായി തന്നെ വിമർശിക്കാനും ഒരു മടിയും കാണിച്ചില്ല. ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിൽ ഇത് വ്യക്തമായി കണ്ടതാണ്. യൂറോപ്പിന്റെ കാര്യം നോക്കട്ടെ എന്ന് പരസ്യമായി ഒരു വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തും അതിനെ തുടർന്നും വളരാൻ അനുവദിക്കുന്ന രീതിയിൽ ഒരു പെർസ്പെക്റ്റീവ് BBC-യും CNN-ഉം ന്യൂയോർക്ക് ടൈംസും ഒക്കെ കൊടുക്കുമെന്നാണ് നിങ്ങളുടെ അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ വിജ്ഞാനമെങ്കിൽ അത് തിരുത്താൻ ഒരവസരമാണിത്. ഇനി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ റഷ്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പരിശോധിക്കാം. ഇന്ത്യയുടെ റാഫേൽ, ബ്രഹ്മോസ്, S-400 ഇവ ഉപയോഗിച്ചുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് അതിന്റെ അത്യാധുനിക ശക്തി കാണിച്ചു തന്നു. പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് തെളിവില്ല. ഇന്ത്യ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യൻ വാദം ശരിവെക്കുന്നു. ഇന്ത്യൻ നേതൃത്വത്തിന്റെ പ്രതിരോധ മാർഗം കോൺഫിഡന്റ് ആൻഡ് കൺട്രോൾഡ് ആയിരുന്നു. പാശ്ചാത്യ പിന്തുണയോ ഇല്ലാതെ ഇന്ത്യ കൂടുതൽ ശാസ്ത്രയുക്തവും അന്താരാഷ്ട്ര തലത്തിൽ ബഹുമാനിക്കപ്പെടുന്നതുമായ ശക്തിയായി ഉയർന്നു വന്നു. ഇതൊക്കെയാണ് റഷ്യൻ മാധ്യമങ്ങളായ സ്പ്യൂട്നിക്, ടാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. ചുരുക്കത്തിൽ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതെങ്ങനെ തീരുമാനിക്കും? ആർക്ക് ആരോടാണ് കൂറെന്ന് മനസ്സിലാക്കി നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: തെളിവ്. ഇന്ത്യ മാത്രമാണ് തെളിവുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി പലർക്കും പലതും നേടാനുണ്ട് എന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കുക. നമ്മുടെ രാജ്യം ഒരു ലോകശക്തിയായി കുതിച്ചുയരുകയാണ്. അതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുക. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.